ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കണമെന്നും എല്ലാ യുദ്ധത്തിന് പിന്നിലെയും സാമ്പത്തിക നേട്ടങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കണമെന്നും ലയോ 14 മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് തിരിക്കും മുൻപ് വേനൽക്കാല വസതിയായ കസ്തേൽ ഗണ്ടോൾഫോയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ആയുധ കച്ചവടത്തിന്റെ മറവിൽ വ്യക്തികളെ വെറും ഉപകരണങ്ങളായി കാണുന്ന അവസ്ഥയാണുള്ളത്. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ഗാസ പോലുള്ള യുദ്ധമേഖലകളിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ വ്യക്തിപരമായി പോകാൻ ആഗ്രഹിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ടെന്നും പക്ഷേ ഇത് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യമല്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. എല്ലാ മതവിഭാഗങ്ങളിലെയും ആളുകളുടെ അന്തസ്സിനെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത നാം നിരന്തരം അടിവരയിട്ട് പറയണം. നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. വേനൽക്കാല വസതിയായ കസ്തേൽ ഗണ്ടോൾഫോയിൽ തന്റെ താമസത്തെക്കുറിച്ചും മാർപ്പാപ്പ പങ്കുവച്ചു. വിശ്രമദിനങ്ങൾ തനിക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചുവെന്നും എന്നാൽ വിശ്രമദിനങ്ങളിലും തന്റെ ജോലികൾ തുടർന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചില രാഷ്ട്ര തലവന്മാരുമായുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. സഭയുടെ ശബ്ദം ഇപ്പോഴും സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നതിൽ താൻ ദൈവത്തിന് നന്ദി പറയുന്നുവെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. വേനൽക്കാല വസതിയായ കസ്തേൽ ഗണ്ടോൾഫോയിൽ 16 ദിവസം ചെലവഴിച്ച ശേഷം ചൊവ്വാഴ്ചയാണ് മാർപ്പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയത്. വത്തിക്കാനിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിലായിരിക്കും മാർപ്പാപ്പ ഇനി താമസിക്കുക. കസ്തേൽ ഗണ്ടോൾഫോയിലായിരിക്കെ മാർപ്പാപ്പ അവിടുത്തെ സാന്താ മാർത്ത വൃദ്ധമന്ദിരത്തിൽ സന്ദർശനം നടത്തുകയും അന്തേവാസികളുമായി അല്പസമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു.